നമുക്ക് എപ്പോഴും മറ്റൊരാളെ തെറ്റിദ്ധരിക്കാതെ മറ്റുള്ളവർക്കെല്ലാം പരമാവധി ഉപകാരം ചെയ്തു കൊടുക്കുക എന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ നാം വളർത്തിയെടുക്കേണ്ടത്. പെരുന്നാളിൻ്റെ ദിനം ഒരു മഹാപണ്ഡിതനും വലിയ ഔലിയാക്കളിൽ വലിയ ആത്മീയ സ്ഥാനമുള്ള വ്യക്തിയുമായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഒരു പെരുന്നാൾ ദിനത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് ഈത്തപ്പനയുടെ കുരു പെറുക്കിയെടുക്കുന്നത് ശിഷ്യനായ മുരീദായ സരിയുസഖത്ത് റളിയല്ലാഹു അൻഹു കണ്ടു. ഉസ്താദ് ഇങ്ങനെ ഈ പെരുന്നാളിൻ്റെ അന്ന് ഈത്തപ്പനക്കുരു പെറുക്കാൻ നിൽക്കുന്നത് എന്താണ് എന്ന് വിചാരിച്ച് മനസ്സ് വല്ലാതെ വിഷമിച്ചു. സമീപത്ത് പോയിട്ട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ ഈ പെരുന്നാളിന് ഈത്തപ്പനക്കുരു പെറുക്കാൻ പോണോ? എന്തിനാണ് നിങ്ങൾ ഈ പണിയെടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മോനെ, അങ്ങ് അവിടെയുണ്ടൊരു ചെറിയ കുട്ടി. ആ കുട്ടി മറ്റുള്ള കുട്ടികളെല്ലാം നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു, മറ്റുള്ള കുട്ടികളെല്ലാം നന്നായി ഭക്ഷണം കഴിച്ച് അവർ പെരുന്നാളിന് കളിക്കുന്നു. ആ കുട്ടിക്ക് ബാപ്പയില്ല, ആ കുട്ടിക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ആളില്ല, ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ ആളില്ല. ആ കുട്ടി അങ്ങനെ അനാഥനായ ഒരു കുട്ടിയാണ്. ആ കുട്ടി വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഈത്തപ്പനയുടെ കുരു പെറുക്കിയെടുത്ത് അത് വിറ്റ് കാശാക്കി ഈ പാവപ്പെട്ട ബാപ്പയില്ലാത്ത മകന് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാനാണ് ഉസ്താദ് ഇങ്ങനെ അധ്വാനിക്കുന്നതെന്ന് കണ്ട ശിഷ്യനായ സരിയുസഖത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ബോട്ടിക്കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ടാണ് സഖത്തി എന്ന പേര് വന്നിട്ടുള്ളത്. സരിയുസഖത്ത് റളിയല്ലാഹു അൻഹു ഉസ്താദ് ഇപ്പോൾ അത് പെറുക്കണ്ട, ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു സ്പോൺസർ ചെയ്തു. ആ കുട്ടിക്ക് അപ്പോൾ തന്നെ പോയി പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. ആ കുട്ടിയുടെ വീട്ടിൽ ഭക്ഷ്യസാധനങ്ങൾ ഒരുക്കി കൊടുത്തു. മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഒരു വിഷയത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ പണ്ഡിതന്മാരെ ആദരിക്കുന്നവർ സ്പോൺസർ ചെയ്യാൻ തയ്യാറാവും, അവർ അതിൽ സഹകരിക്കാൻ തയ്യാറാവും. അതാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത വലിയ ഒരു ഭാഗ്യം. അല്ലാഹു അവിടത്തേക്ക് ഇനിയും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ചിന്തകൾ പകർന്നു നൽകിയത് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളാണ്. ഉസ്താദവറുകൾ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് സംസ്കാരങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ സംസ്കാരം കേരളത്തിലുടനീളം പ്രാവർത്തികമാക്കാനുള്ളൊരു ഭാഗ്യമാണ് SYS-ലൂടെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും SYS-ൻ്റെ വളണ്ടിയർമാരും SYS-ൻ്റെ സാന്ത്വന കേന്ദ്രങ്ങളും SYS-ൻ്റെ പ്രവർത്തനങ്ങളും അവിടെ ആതുര ശുശ്രൂഷ രംഗത്ത് അതുപോലെ മറ്റ് സാധു സംരക്ഷണ രംഗത്ത് അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു ഭാഗ്യമാണ്. അതിലെല്ലാവരും സഹകരിക്കുകയും എല്ലാവരും ഭാഗവാക്കാവുകയും ചെയ്യുകയാണ്. കാരണം ഏതൊരു വിഷയവും മുന്നോട്ട് പോകാൻ അതിന് മുന്നിൽ നിൽക്കാൻ ആളുകൾ വേണം, ത്യാഗം ചെയ്യാൻ ആളുകൾ വേണം. ത്യാഗമില്ലാതെ ഇവിടെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നന്മകളും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ത്യാഗം ചെയ്യണം നമ്മൾ. ത്യാഗത്തിലാണ് സന്തോഷം, ത്യാഗത്തിലാണ് സന്തോഷം. ഞാൻ പറയട്ടെ, ഇവിടെ ഓല ഷെഡ് കെട്ടി സിറാജുൽ ഹുദ ആരംഭിച്ചൊരു കാലമുണ്ടല്ലോ, അന്നത്തെ സന്തോഷം ഇന്നില്ല കേട്ടോ. അന്നാണ് കൂടുതൽ മനസ്സിന് സന്തോഷവും സൗഭാഗ്യവും തോന്നിയത്. അന്നാണ് ത്യാഗത്തിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സന്തോഷം. പക്ഷേ ത്യാഗം ചെയ്ത് പ്രവർത്തിക്കുന്നവർക്ക് പടച്ചവൻ വാതിലുകൾ തുറന്നു കൊടുക്കും. അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം, ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടി ആകരുത്, മറിച്ച് പടച്ചവൻ തുറന്നു കൊടുക്കും. അങ്ങനെ തുറന്നു കൊടുക്കുന്ന വാതിലുകൾ, ആ വാതിലുകളിൽ കടന്നു പോകുമ്പോൾ അഹങ്കാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, മറിച്ച് താഴ്മ കൂടിക്കൊണ്ടേയിരിക്കണം. ഒരു മാവിൻ്റെ മേലെ കുറേ മാങ്ങയുണ്ടായാൽ ആ മാങ്ങയുള്ള മാവിൻ്റെ കൊമ്പുകൾ എപ്പോഴും അതിൻ്റെ കൊമ്പുകൾ താഴോട്ട് തല താഴ്ത്തിയിരിക്കും. കാരണം ധാരാളം മാങ്ങയുള്ള കൊമ്പാണ്, അതെപ്പോഴും താഴോട്ട് തല ചെരിച്ചുകൊണ്ടാണ് ആ മാവിൻ്റെ കൊമ്പുകൾ ഉണ്ടാവുക. നേരെ മറിച്ച് ഒറ്റ മാങ്ങയില്ലാത്ത മാവ് എങ്ങനെയായിരിക്കും? ആരടാന്ന് ചോദിച്ചിട്ട് അഹങ്കാരത്തോടെ നിൽക്കുന്നുണ്ടാവും, അതിൻ്റെ കൊമ്പൊന്നും താഴൂല.
ഇതേപോലെ ഒരൊറ്റ ഇളനീറും തേങ്ങയുമില്ലാത്ത തൈത്തങ്ങുകളുണ്ടല്ലോ, മൂപ്പരെപ്പോഴും ആരടാന്നുള്ള ഒരു ചിന്തയിൽ മേൽപോട്ടായിരിക്കും മൂപ്പര ഓലയൊക്കെ, അതിൻ്റെ ഇലകൾ ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയായിരിക്കും. നേരെ മറിച്ച് ധാരാളം ഇളനീറും ധാരാളം തേങ്ങയുമുള്ള ഒരു തെങ്ങാണെങ്കിൽ അതിൻ്റെ ഓലകളൊക്കെ താഴ്മയോടെ നിൽക്കും. ഇതുപോലെ നമുക്ക് പടച്ചവൻ അനുഗ്രഹം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാതെ ഞാൻ ഇനിയും താഴ്മ കാണിക്കേണ്ടവനാണെന്നും ഇതെല്ലാം പടച്ചവൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണെന്നും എൻ്റെ പവർ കൊണ്ടല്ലെന്നും എൻ്റെ ശക്തി കൊണ്ടല്ലെന്നും എൻ്റെ കഴിവ് കൊണ്ടല്ലെന്നും എനിക്ക് പടച്ചവൻ എന്നെ ഇതിനുപയോഗപ്പെടുത്തിയതാണെന്നുമുള്ള ബോധം എല്ലാ പ്രവർത്തകന്മാർക്കും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം. പടച്ചവൻ ഉപയോഗപ്പെടുത്തുകയാണെന്ന ബോധം. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദാഹരണ സഹിതം രേഖപ്പെടുത്തിയത്. അവിടുന്ന് രേഖപ്പെടുത്തി ഒരു പുസ്തകത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ്. ആ ഉറുമ്പിങ്ങനെ നീങ്ങുമ്പോൾ ആ പുസ്തകത്തിൽ ഒരു പെന്ന് കൊണ്ടിങ്ങനെ ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉറുമ്പിന് കൂടുതൽ ചിന്തയില്ല, കൂടുതൽ കാഴ്ചശക്തിയില്ല. ആ ഉറുമ്പ് മനസ്സിലാക്കുന്നത് പെന്നിൻ്റെ നിബിന് വലിയ വിവരമുണ്ടെന്നാണ്. കാരണം ഈ നിബല്ലേ ഈ വിവരങ്ങളൊക്കെ എഴുതുന്നത്. വാസ്തവത്തിൽ നിബല്ല, അതിൻ്റെ പിന്നിലൊരു പെന്നുണ്ട്. ആ പെന്നല്ല, അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയല്ല, ആ വ്യക്തിക്ക് വിവരം പകർന്നുകൊടുത്ത ഗ്രന്ഥങ്ങൾ രചിച്ചവരുണ്ട്. ആ വ്യക്തിക്ക് വിവരം പകർന്നു കൊടുത്ത ഗുരുനാഥന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നിലുണ്ട്. ഈ ഉറുമ്പ് കാണുന്നത് ഈ നിബ് മാത്രമാണ്. ഇതുപോലെ പ്രവർത്തിക്കുന്ന പലർക്കും ചിലപ്പോൾ തോന്നും, അതെ ഞാനാണല്ലോ അത് ശരിയാക്കിയത്, ഞാനാണല്ലോ ഇത് വിജയിപ്പിച്ചത്, ഞാനാണല്ലോ അത് നടത്തിയത്. അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ പാടില്ല. ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലേ ഏത് പ്രവൃത്തിയും നമുക്കിവിടെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയൂ. ആ ഘടകങ്ങൾ മുഴുവനും നമുക്ക് യോജിപ്പിച്ച് നമുക്ക് അനുകൂലമാക്കി തരാൻ കഴിവുള്ളവൻ പടച്ച തമ്പുരാനാണ്, പടച്ച റബ്ബാണ്. ആ റബ്ബ് നമ്മളെ സഹായിക്കാതെ നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് റബ്ബിൻ്റെ ആശ്രിതരായ സൃഷ്ടികൾ, അവിടെ മനുഷ്യരിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ സർവ മനുഷ്യരും മനുഷ്യൻ മാത്രമല്ല, മറിച്ച് ഏത് ജീവിയും ആ ജീവികൾക്കെല്ലാം ഉപകാരം ചെയ്യുന്ന മനുഷ്യനായി മനുഷ്യൻ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ മാനവികത പ്രകടിപ്പിക്കുന്നതും മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ മൃഗീയ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ സുരക്ഷിതമാകുന്നതും. പ്രതിസന്ധികൾ തരണം ചെയ്യാതെ ഒരു വിഷയവും നേടിയെടുക്കാൻ കഴിയില്ല. പ്രതിസന്ധികൾ നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ. സ്വന്തം നാട്ടിൽ ഒരു തെറ്റും ചെയ്തിട്ടല്ലല്ലോ, ഒരു കുറ്റവും ചെയ്തിട്ടല്ലല്ലോ, ആർക്കും ഒരു അഭിപ്രായം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. പക്ഷേ എവിടെയും സത്യത്തിൻ്റെയും ഗുണങ്ങളുടെയും രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പ്രതിസന്ധികളും എതിരാളികളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് സാക്ഷിയാണ്. അതുപോലെ ഒരുപാട് മഹാന്മാരുടെ ജീവിതം അതിന് സാക്ഷിയാണ്. ഇരിക്കട്ടെ, വലിയ പ്രതിസന്ധി, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത പ്രതിസന്ധി, അതെല്ലാം തരണം ചെയ്ത് പ്രവർത്തിച്ചപ്പോൾ ഇവിടെ വലിയ സമാധാനവും സന്തോഷവും കൈക്കൊള്ളാനും ഉണ്ടാക്കാനും കഴിഞ്ഞു എന്ന് മാത്രമല്ല, അന്ത്യനാൾ വരെ സർവ സമൂഹത്തിനും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ അതിന് ആവേശമുള്ള അനുയായികളെ വളർത്തിയെടുത്ത് അൽഹംദുലില്ലാഹ് ഇന്നും നമ്മളിവിടെ ഒരു നല്ല പ്രവർത്തനം നടത്തുമ്പോൾ, ഇന്നും നമ്മൾ ഒരു സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോൾ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുമ്പോൾ പടച്ചവൻ നിങ്ങളെ സഹായത്തിലുണ്ടാകും എന്നും മൻ നഫസ ഖുർബതൻ മിൻ ഖുർബിദ് ദുനിയ, മനുഷ്യനുള്ള ഒരു പ്രയാസം വല്ലവരും നീക്കിക്കൊടുത്താൽ അവൻ്റെ പ്രയാസം പാരത്രിക ലോകത്ത് പടച്ചവൻ നീക്കിക്കൊടുക്കുമെന്നുമുള്ള ആശയം പഠിപ്പിച്ചുകൊണ്ട് നമ്മെയെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകി നമ്മെ വളർത്തിയെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഖബറിൽ വെച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ,
ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് മനുഷ്യ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക എന്ന്.